ഇപ്പൊ ഇവിടെ സിഗരറ്റും ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ ബാൻ ചെയ്താലും ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ക്ലീൻ കൺട്രി. ഐ യു സേയിങ് ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകുന്നതാണോ പറയുന്നത്? ഇല്ല. ഇപ്പോൾ വേർ ഡസ് ഇറ്റ് സ്റ്റാർട്ട്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എഡ്യൂക്കേഷൻ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ പറഞ്ഞ സൊസൈറ്റൽ കോൺസ്ട്രക്ട്സിൽ ജീവിക്കുമ്പോൾ ആ പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഈ സബ്സ്റ്റൻസിലേക്ക് തിരിയുമ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ് അവർക്ക് ഒരു ഭയങ്കര റിബല്യസ് സ്പിരിറ്റ് വന്നിട്ടാണ് ഇങ്ങനത്തെ സഹികെട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഈ വൈറ്റമിൻ ബി കുറച്ചും കൂടി സ്മൂത്താ, ഇവിടെ ഒന്നും പറ്റിപ്പിടിച്ചിരിക്കില്ല. ഗ്ലൂക്കോസ് പോയിട്ട് ഇവിടെ പറ്റിപ്പിടിച്ചിരുന്നു, പിന്നെ അത് കൺജഷൻ ആവും, ചിലപ്പോൾ ഇവിടെ ഈ സൈനസ് ഒക്കെ ബ്ലോക്ക് ആവും. അപ്പൊ അതിനെ പോയി ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് പോവില്ല. ഹലോ ഓഫീസർ എന്നുള്ള സാധനം അത് അപ്പൊ സംഭവിച്ചത്. പിന്നെ തല്ലുമ്പോ മറ്റേ ഈ എന്താ പറയാ ഓഫീസർ അതൊക്കെ അപ്പൊ സംഭവിച്ച കാര്യങ്ങൾ. അനാവശ്യമായിട്ട് മറ്റേ തന്തവായി കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് കംഫർട്ടബിൾ ആക്കി കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ അറിയാനുണ്ടെങ്കിൽ ഐ വുഡ് ഹെൽപ്പ്. ഫസ്റ്റ് ഫിലിമിൽ തന്നെ അങ്ങനത്തെ ഒരു റിസപ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ അതേസമയത്ത് തന്നെ ഒരു സമയത്ത് അതൊരു ഭയങ്കര ഒരു ഭാരമായി തോന്നി തുടങ്ങിയായിരുന്നു. ആൻഡ് ലക്കിലി ഓൾസോ ബിക്കോസ് ഓഫ് മൈ ഒരു ഡിസിഷൻ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് നമ്മൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പൊ ക്രിസ്റ്റിയിലേക്ക് വന്ന് നിൽക്കുന്നത്. ഭയങ്കര കോമഡിയാണ് വീട്ടിലൊക്കെ. വീട്ടിലെന്താ പറയുന്നത്? വീട്ടിൽ ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇങ്ങനത്തെ പട്ടൊക്കെ കാണുമ്പോൾ വൈഫിന് ഭയങ്കര ഒരു ട്രിപ്പാണ്. എല്ലാ 3 മാസം കൂടുമ്പോഴത്തേക്കും പുതിയ ഹസ്ബൻഡ്. ഒരു ഫേസ് കഴിയുമ്പോഴാണ് ഇനി വന്ന എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് മാറുന്നത്. ആ സിനിമ ഫുൾ 2 വട്ടം കണ്ടു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഈ വരുന്ന മാർച്ച് 4 വൈകുന്നേരം കൊച്ചിൻ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ. പോയ വർഷം നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ താരങ്ങൾ ഇതാ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും കളർഫുൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കളർഫുൾ സ്റ്റോറീസിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ ഒക്കെ ഹാർട്ട് ത്രൂബ് ആയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പെൺകുട്ടികളുടെ ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു വിശാഖ് ചേട്ടാ. നമസ്കാരം. ഇപ്പതാ പണ്ടൊക്കെ നമ്മളുണ്ടല്ലോ ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മളാണെങ്കിൽ ഹീറോയുടെ ഫാൻസ് ആവാറാണ് പതിവ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ വില്ലന്മാരുടെ ഫാൻസ് ആവുന്ന അവസ്ഥയാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അറിയില്ല കേട്ടോ. അത് ഐ തിങ്ക് ക്യാരക്ടേഴ്സ് അത്രയും കളർഫുൾ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ നോക്കുവാണെങ്കിൽ പണിയിൽ ഒരു എക്സാമ്പിൾ മാർക്കോലുള്ള ഒരു ആന്റി ഹീറോ ക്യാരക്ടർ. കളർഫുൾ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടാണ് എനിക്ക്. ഇപ്പൊ എല്ലാവരും വില്ലന്മാരുടെ ഫാൻസ് ആണ്. അതോടെ ഞാൻ പറഞ്ഞ ഹാർട്ട് ത്രോബ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇൻട്രോ തന്നെ പറയുകയാണെങ്കിൽ അതിനകത്ത് ആ ഇൻട്രോയിൽ തന്നെ ചേട്ടന്റെ കണ്ണ് കാണിക്കുന്നുണ്ട്. കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു റിവെഞ്ച്, എത്രത്തോളം ഒരു പക ആ ഒരു കണ്ണിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ട്രെയിലർ കാണാത്ത ഒരാൾക്കാണെങ്കിലും മനസ്സിലാവും ചേട്ടനാണ് അതിനകത്തൊരു വില്ലൻ എന്നുള്ളത്. അപ്പൊ കണ്ണ് കൊണ്ട് ഒരുപാട് എലമെന്റ്സ് ചേട്ടൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു? താങ്ക് യു മാം, ദാറ്റ്സ് വെരി നൈസ് ക്വസ്റ്റ്യൻ. ഇഫ് യു നോട്ടീസ് ഞാൻ ഈയിടെ ആയിട്ടാണ് കണ്ണാടി ഇല്ലാണ്ട് പെർഫോം ചെയ്ത് തുടങ്ങിയത്. ഐ തിങ്ക് അത് എനിക്ക് ഭയങ്കര ഒരു ഫ്രീയിങ് കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരിക്കലും കംഫർട്ടബിൾ ആയിരുന്നില്ല ലെൻസസ് ഇടലും. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടായിരുന്നു തോന്നിയത്. പക്ഷേ വൺസ് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്, ഈ ഒരു ആക്ടറിന്റെ ഒരു സ്കിൽ സെറ്റിൽ കണ്ണ് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ട് അഭിനയിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര കോംപ്ലിമെന്റ് ആണ് അത് കേൾക്കുന്നത് അല്ലേ? താങ്ക് യു വെരി മച്ച്. ബട്ട് ഐ തിങ്ക് ഒരു റീസെന്റ് ഒരു എന്താ പറയുക ഒരു ഫിനോമിനൻ ആണ് എനിക്കത്. കഴിഞ്ഞൊരു 2-3-4 പടങ്ങളായിട്ടാണ് ശരിക്കും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഐ തിങ്ക് ഭയങ്കര സട്ടിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റും നമുക്ക് കണ്ണു വെച്ച് പെർഫോം ചെയ്യുമ്പോൾ. ആൻഡ് എസ്പെഷ്യലി ഇങ്ങനത്തെ കുറച്ച് ഓവർ ദ ടോപ്പ് ക്യാരക്ടർ ആവുമ്പോൾ അയാൾക്ക് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് എന്താ പറയുക കുറച്ച് ലോ ആവുമ്പോൾ റിയലിസ്റ്റിക് ഒരു സോണിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് ആ ഒരു കോൺട്രാസ്റ്റ് നല്ല രസമാണ്. കാരണം ക്രിസ്റ്റി ഭയങ്കര ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. പക്ഷെ അതേ സമയത്ത് ആ ഒരു ഇമോഷൻ കണ്ണിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ ഡയറക്ടർ ഓൾസോ. അദ്ദേഹം ഭയങ്കര പെർട്ടിക്കുലർ ആണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ. ഞങ്ങൾ എല്ലാവരും പ്രോപ്പറായിട്ട് നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് റെസ്പോൺസ്? ഇപ്പൊ മൂവി കഴിഞ്ഞ് ഇപ്പൊ ഒരു 1 വീക്ക് ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം ഇത് ശരിക്കും ഇസ് ദിസ് റിയലി ഹാപ്പനിങ് എന്നുള്ള ഒരു സോണ്ടായിരുന്നു. ഞാനും ബാക്കി ടീമിലുള്ള എല്ലാവരും. ബിക്കോസ് നമുക്കറിയായിരുന്നു ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം എന്നറിയായിരുന്നു. പക്ഷെ ഒരു സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ഒരിക്കലുമില്ല. സോ വെരി താങ്ക്ഫുൾ, പക്ഷെ വെരി ഓവർവെൽംഡ്. കഴിഞ്ഞൊരു 1-2 ദിവസമായിട്ടാണ് ഇതൊന്ന് സിങ്ക് ഇൻ ചെയ്യുന്നത്. ഓക്കെ, റിയലി ഹാപ്പനിങ് എന്നുള്ളത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്.
പക്ഷേ ഒരു വെരി ലോങ് വെയിറ്റ്. അപ്പൊ അതിനുശേഷം ഇങ്ങനത്തെ ഒരു സക്സസ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുപ്പി കൊണ്ടുപോയി നമ്മുടെ കുപ്പി എന്നുള്ള ഇപ്പോഴും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു സ്വീറ്റസ്റ്റ് കുപ്പിയാണ്. ആ ഒരു കുപ്പിയായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് ഇപ്പോഴും? ഐ തിങ്ക് അതൊരു നമ്മൾ എത്ര മാറ്റാൻ നോക്കിയാലും മാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. അതൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതേസമയത്ത് പിന്നെ ഉറപ്പായിട്ടും ഫസ്റ്റ് ഫിലിമിൽ തന്നെ അങ്ങനത്തെ ഒരു റിസപ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ അതേസമയത്ത് തന്നെ ഒരു സമയത്ത് അതൊരു ഭയങ്കര ഒരു ഭാരമായി തോന്നി തുടങ്ങിയായിരുന്നു. ആൻഡ് ലക്കിലി ഓൾസോ ബിക്കോസ് ഓഫ് മൈ ഒരു ഡിസിഷൻ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് നമ്മൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പൊ ക്രിസ്റ്റിയിലേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം കുപ്പിയിൽ ഒരു ക്രിസ്റ്റീം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങള് വില്ലന്മാരെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പതിവില് കാണുന്ന പോലത്തെ വില്ലന്മാരല്ല, ഭയങ്കര ഹാൻസം, എന്താ പറയാ, എല്ലാവരും നിങ്ങൾ നടന്നു വരുമ്പോ തന്നെ ഒരു സ്വാഗ്. എങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു, ഒരു അമ്മ പെറ്റ മക്കളെ പോലെ. ആ ഒരു നടന്നു വരുന്ന സമയത്തൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര അടിപൊളി ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും. എങ്ങനെ നിങ്ങൾ എല്ലാവരെയും കാസ്റ്റ് ചെയ്തത്? ഐ തിങ്ക് ഇവർക്കൊക്കെ നമ്മുടെ ഈ ടീമിലുള്ള എല്ലാവർക്കും അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഉള്ള പിള്ളേരാ എല്ലാവരും. അമിത് എന്ന് പറഞ്ഞാൽ നല്ല പൊക്കമുള്ള ലാൻസ് അല്ല, അമിത് ഒരു ഇന്റർനാഷണൽ സൂപ്പർ മോഡലാണ്. അവൻ പാരീസ്, മിലാൻ, ലണ്ടൻ ഫാഷൻ വീക്കിലൊക്കെ പെർഫോം ചെയ്യും, അവിടെ വാക്ക് ചെയ്യും. വലിയ വലിയ ബ്രാൻഡ്സ്, ബലൻസിയാഗ, അവർക്കൊക്കെ വേണ്ടി അപ്പൊ മറ്റേ ജിജി ഹദീദിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന അതേ ഏജൻസിയാണ് ഇവനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹീസ് ബിഗ്. അപ്പൊ അവന് ആ ഒരു എക്സ്പോഷർ ഉണ്ട്. ലേ ജനിച്ച് വളർന്നതൊക്കെ പുറത്താണ്, പിന്നെ ഇപ്പൊ താമസിക്കുന്നതൊക്കെ ബാംഗ്ലൂരാണ്. വിഷ്ണു അതുപോലെ തന്നെ ഒരു വയനാട്ടിൽ നിന്നാണ്. എന്നാൽ ഹി ഈസ് പിൻ ഇൻ ബോംബെ ഫോർ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട്. സെയിം ഫോർ ഐശ്വര്യ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എക്സ്പോഷർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു അർബൻ സെറ്റിംഗ് ആയിട്ട് ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൗഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പ്രിറ്റൻഡ് ചെയ്യേണ്ടി വന്നില്ല, ഒട്ടും പ്രിറ്റൻഷ്യസ് ആയിട്ട് തോന്നിയില്ല. നാച്ചുറൽ ആയിട്ട് ആ ഒരു സാധനം വന്നു. പിന്നെ ഓഫ് കോഴ്സ് ഐ തിങ്ക് ഇപ്പൊ ആനന്ദത്തില് ഭയങ്കര ആൾക്കാരെല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം മറ്റേ ഈ ഒരു കോമറാഡറി, ആ ഒരു ഗ്യാങ് തമ്മിലുള്ള ഒരു നിങ്ങൾ പണ്ടേ ഫ്രണ്ട്സ് ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം അന്ന് കേട്ടു. അത് ഇതിലും നമുക്ക് ചോദിക്കാൻ തോന്നും. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് നിങ്ങൾ ഇതിന് മുന്നേ പരിചയമുള്ളവരാണോ, അത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിൽ വന്നിട്ട് പരിചയപ്പെട്ടവരാണോ, ശരിക്കും എങ്ങനെയാ? ഇല്ല, അത് ഐ തിങ്ക് കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നേരത്തെ ചെറിയൊരു മാസത്തെ ഒരു പരിചയം ഉണ്ടായിരുന്നു. ഓഡിഷൻ വഴിയാണോ ഇവരൊക്കെ വന്നത്? അവര് ഓഡിഷൻ വഴി. വിഷ്ണുവും നേരത്തെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹി ഹാഡ് ടു ഗോ ത്രൂ ദാറ്റ് ഒരു പ്രോസസ്. ആൻഡ് റംസാനും എന്താ പറയാ, ഇങ്ങനത്തെ ക്യാരക്ടർ ആദ്യമായിട്ടാണല്ലോ റംസാൻ ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ഒരു വർക്ക്ഷോപ്പ് പ്രോസസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് യൂണിറ്റ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് പടത്തിലേക്ക് വരുന്നത്. അപ്പൊ വരുമ്പോ പെട്ടെന്ന് ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയി പോകുന്നുള്ള ഒരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ കെമിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കഥയ്ക്ക്. ബട്ട് ലക്കിലി ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ എല്ലാവരും ജെന്യുവൻലി ഗുഡ് ഫ്രണ്ട്സ് ആയി. എനിക്ക് ഈ പടത്തിൽ നിന്ന് എന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ ഇസ് നോട്ട് ഒരു ഷീൽഡ്, നമ്മൾ പറയുമല്ലോ 100 ദിവസം ഹിറ്റ് ആകുമ്പോൾ കിട്ടുന്ന ഷീൽഡ് എന്നുള്ളത്. ഫോർ മീ ഇറ്റ്സ് ദ ഫ്രണ്ട്ഷിപ്സ്, ദ റിലേഷൻഷിപ്സ്. ഈ പടത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ബന്ധങ്ങളാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക, ഞാൻ ഏറ്റവും ട്രഷർ ചെയ്യുന്ന കാര്യം. സോ ഐ തിങ്ക് ദാറ്റ് വാസ് ജെന്യുവൻ. അതുകൊണ്ടാണ് അത് സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ആയത്. ഓക്കെ, അപ്പൊ ഇതിനകത്താണെങ്കിൽ ഇവരൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് ചാൻസ് ഈ മൂവിയിൽ കൊടുത്തിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചേട്ടനാണ് കുറച്ചും കൂടെ മൂവീസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ ഇവർക്കാണെങ്കിൽ ഈ നിങ്ങൾ ആ ഒരു കോംബോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും വരുമ്പോൾ ആ ഒരു കോർഡിനേഷൻ, നടന്നു വരുമ്പോഴൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചേട്ടനാണെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്, അവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രെയിനിങ് ചേട്ടന്റെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? ട്രെയിനിങ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഐ മീൻ ഐ തിങ്ക് അങ്ങനത്തെ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു കോമറാഡറി ആയപ്പോ ഐ തിങ്ക് ആ ഒരു എന്താ പറയാ ഒരു ഫിൽറ്റേഴ്സ് ഒക്കെ അങ്ങ് പോകാൻ തുടങ്ങി. ഫ്രണ്ട്സ്, ഇപ്പൊ തനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു വിൽ ആസ്ക് യുവർ ഫ്രണ്ട്സ്, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന് ചോദിക്കുമല്ലോ. ആ ഫ്രീഡം വന്നപ്പോ ഐ തിങ്ക് ഇറ്റ് ബിക്കേം ഹെൽപ്ഫുൾ ഫോർ മീ, ഹെൽപ്ഫുൾ ഫോർ ദം. എല്ലാവർക്കും ഒരു ഗിവ് ആൻഡ് ടേക്കിനുള്ള ഒരു സ്പേസ് അവിടെ നമ്മൾ തമ്മിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റി. ഐ തിങ്ക് വിത്ത് റെസ്പെക്ട് ടു ഇപ്പൊ താൻ ചോദിച്ച കാര്യത്തിന് ഇപ്പൊ ലേ ആണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും ദ ഡൂയിങ് ദ ഫസ്റ്റ് ഫിലിം. അപ്പോൾ അവരാദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ കൈൻഡ് ഓഫ് സ്ട്രെസ് ദെയർ ഉണ്ട്. അതെനിക്കറിയാം, കാരണം ഞാൻ അന്ന് ഫസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ട്രൈഡ്
ടു കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആക്കി കൊടുക്കുക. കൊടുക്കാൻ അനാവശ്യമായിട്ട് മറ്റേ തന്ത വൈബ് കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് കംഫർട്ടബിൾ ആക്കി കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ ഐ വുഡ് ഹെൽപ്പ്. ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഇപ്പം ഭയങ്കര ഫൺ ലവിങ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതിനകത്താണെങ്കിൽ ഭയങ്കര ഫുൾ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഈ പെട്ടെന്ന് നമ്മൾ സെറ്റിലാണെങ്കിൽ ആക്ഷൻ പറയില്ലേ, അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ? പെട്ടെന്ന് അത്രയും നേരം ചിരിച്ച് സംസാരിച്ച ഒരാൾ പെട്ടെന്ന് അങ്ങനെയാ? അത് പെട്ടെന്ന് ഒപ്പം തന്നെ സംഭവിക്കുന്നില്ല. ഐ തിങ്ക് ഫോർ മീ പേഴ്സണലി ഒരു ആക്ഷൻ വിളിക്കുന്നതിന് ഇപ്പൊ ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ സീൻ ചെയ്ത് തീർക്കുന്നവരെ ഐ നീഡ് ടു ബി ആ ഒരു സോണിൽ ഏകദേശം ഇൻ ക്യാരക്ടറായിട്ട് മറ്റേ പോയി ആൾക്കാരെ കുത്തുകൊല്ലുന്നല്ല, പക്ഷെ ആ സോണിൽ മെന്റലി ആ ഒരു സോണിൽ നിൽക്കുകയാണെങ്കിൽ ഐ തിങ്ക് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ മീ. പക്ഷെ സീൻ കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ബാക്ക് ടു ബീയിങ് വിഷാഖ് ആൻഡ് വാട്ടെവർ. അപ്പം അതുകൊണ്ട് ഐ തിങ്ക് അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ തിങ്ക് അത് എനിക്ക് ഈ പറഞ്ഞ മെത്തഡ് ആക്ടിംഗ് അല്ല മറ്റതുമല്ല, രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സോണിലാണ് എനിക്ക് നിൽക്കാൻ ഇഷ്ടം. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ്, ഒരു ക്യാരക്ടറിനനുസരിച്ചിരിക്കും. ഇതില് കുറച്ചും കൂടെ നമ്മളിപ്പോൾ ഒരു ഫിസിക്കാലിറ്റി ഉണ്ടല്ലോ, ക്രിസ്റ്റി നടക്കുന്ന രീതി, അത് ആസ് മച്ച് ആസ് പോസിബിൾ ഷൂട്ട് തീരുന്ന വരെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ അത് ഐ തിങ്ക് വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് എനിക്ക് ആസ് ആൻ ആക്ടർ ദാറ്റ് ഐ ഡു ഇസ് ഈ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിന്റെ ഒരു സ്ഥായി ഭാവം എന്താണ്, കോസ്റ്റ്യൂംസ്, അങ്ങനത്തെ അപ്പിയറൻസ് ഔട്ട്സൈഡ് ഒരു പ്രസന്റേഷൻ ഓഫ് ദ ക്യാരക്ടറിൽ ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് മറ്റേ ഇൻ ക്യാരക്ടറായിട്ട് നിൽക്കുമെന്ന് വെച്ചപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നടക്കുന്ന രീതി ചിലപ്പോൾ ഷൂട്ട് കഴിയുന്ന വരെ അതായിരിക്കും, ചിരിക്കുന്ന രീതി ചിലപ്പോൾ അതായിരിക്കും. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ മാറാൻ മേ ബി ഒരു 1-2 ആഴ്ച എടുക്കും. അപ്പൊ അത് കോമഡിയാണ് വീട്ടിലൊക്കെ. എന്താ വീട്ടിലെന്താ പറയുന്നത്? വീട്ടിൽ ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇങ്ങനത്തെ പട്ടൊക്കെ കാണുമ്പോൾ വൈഫിന് ഭയങ്കര ഒരു ട്രിപ്പാണ്. എല്ലാ 3 മാസം കൂടുമ്പോഴത്തേക്കും പുതിയ ഹസ്ബൻഡ്. വാ, എന്റെ ഹസ്ബൻഡ് ഉള്ളിൽ ഇത്തരത്തിലുള്ള ആ ഒരു കൊല്ലുന്ന ഇതൊക്കെ കണ്ടപ്പോ വൈഫ് എന്താ പറഞ്ഞേ? അവൾക്ക് ചെറുതായിട്ട് പേടിയായി, പക്ഷെ ഷീ വാസ് വെരി ഹാപ്പി. അവൾക്ക് കാരണം അവള് ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണ്ട സമയത്ത് ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഐ തിങ്ക് ആ ഒരു കോച്ചില്ലേ, ഒരു ഫുട്ബോൾ ടീമിന്റെ കോച്ച് എന്താണോ അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഇതിനകത്താണെങ്കിൽ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ പൊടി ഇങ്ങനെ എടുക്കുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്ത് പൊടിയാണ്, ശരിക്കുള്ള പൊടിയാണോ, എന്ത് പൊടിയാണ് യൂസ് ചെയ്തത്? അത് ശരിക്കും യൂസ് ചെയ്യേണ്ട പൊടി വൈറ്റമിൻ ബി ടാബ്ലറ്റ്സ് കിട്ടും. അത് പൊടിച്ചാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. സിനിമയിലൊക്കെ ഭയങ്കര പാടാ ആ ടാബ്ലറ്റ്സ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഗ്ലൂക്കോസ് യൂസ് ചെയ്തു. ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ പൊടിയുടെ ടെക്സ്ചർ കുറച്ചും കൂടെ ഫൈൻ ആക്കണ്ടമില്ല, പക്ഷെ ഈ വൈറ്റമിൻ ബി കുറച്ചും കൂടെ സ്മൂത്താ. അപ്പൊ ഇവിടെ ഒന്നും പറ്റിപ്പിടിച്ചിരിക്കില്ല. ഗ്ലൂക്കോസ് പോയിട്ട് ഇവിടെ പറ്റിപ്പിടിച്ചിരുന്നു, പിന്നെ അത് കൺജഷൻ ആവും, ചിലപ്പോൾ ഇവിടെ ഈ സൈനസ് ഒക്കെ ബ്ലോക്ക് ആവും. അപ്പൊ അതിനെ പോയി ക്ലിയർ ഔട്ട് ചെയ്യാണ്ടത് പോവില്ല. ഇറിറ്റേറ്റിംഗ് ആയിരുന്നു, പക്ഷെ അത് ഇൻ ക്യാമറ VFX ഇല്ലാണ്ട് അത് വലിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ഒരുപാട് പണി പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അതൊക്കെ ഫുൾ ടൈം തന്നെയാണല്ലോ. അതെ അതെ അതെ. അതിൽ ഏറ്റവും മറ്റേ ഐശ്വര്യ പാവം കൊച്ചു, അവള് ഒരു സിഗരറ്റ് പോലും വലിക്കില്ല. അപ്പൊ അവളെ കൊണ്ട് മറ്റേ ബാഡ് ആസ് ഏൽപ്പിക്കാത്ത അവളൊരു ട്രാഗ് എടുത്തിട്ട് ചുമച്ച് ചാവും. ഓക്കെ റെഡി. അതുപോലെ എങ്ങനെ കേട്ടിട്ടുണ്ട്, കാർ ഓടിക്കാൻ ഒരു കാറിന്റെ ഒരു സീൻ ഉണ്ടല്ലോ, കാർ ഓടിക്കാത്ത ആളാണ്, അങ്ങനെ ഉണ്ടോ? അവളുടെ ഗട്സ് നമ്മൾ സമ്മതിക്കണ്ടേ? ഇറ്റ്സ് ഇൻക്രെഡിബിൾ. നോ ഐ മീൻ ഐ നെവർ സേ നോ ആറ്റിറ്റ്യൂഡ് ഭയങ്കര രസമുള്ള ഒരു സാധനമല്ലേ. അപ്പൊ ഹാറ്റ്സ് ഓഫ് ടു ഐശ്വര്യ. കാരണം പടത്തിൽ എന്റെ ഔട്ട് കണ്ടപ്പോ ഞാൻ ജെന്യുവൻലി ഇംപ്രസ്ഡ് ആയിരുന്നു. ഓഫ് കോഴ്സ് ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇപ്പൊ ഇവനൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ ആണെങ്കിൽ പോലും ഒരു കാർ ചേസിങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ബട്ട് ഐ തിങ്ക് ഷീ ഹാൻഡിൽഡ് ഇറ്റ് ലൈക്ക് എ ചാമ്പ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് ഫൈറ്റ് ആണെങ്കിൽ എന്റെ പൊന്നു എന്ത് നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് തിയേറ്ററിലേക്ക് രോമാഞ്ചൊക്കെ വരികയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ചേച്ചിമാരുടെ ഫൈറ്റ്, ഇവരാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലെ പെൺകുട്ടികളുടെ കാര്യം ആഗ്രഹിക്കും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഇറങ്ങി ചവിട്ടണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവരാണെങ്കിൽ ഭയങ്കര എന്താ പറയാ, ചില്ലറ എഫേർട്ട് ഒന്നും ആയിരിക്കില്ല ആ ഒരു അത്രയും അടിപൊളിയായിട്ട് ആ ഒരു സീക്വൻസ് ചെയ്യണമെങ്കിൽ. അപ്പം ഇതിന്റെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റ് കുറച്ച് അറിയുന്ന ആൾക്കാരെ നോക്കിയിട്ട് ചൂസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? ഐ തിങ്ക് സോ. ഫിസിക്കലി കുറച്ച് ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെ വേണമെന്നുണ്ടായിരുന്നു. ബട്ട് ജസ്റ്റ് ടു ആഡ് ടു വാട്ട് യു സെഡ്, ഇതിൽ ഐ തിങ്ക് ആ ഫൈറ്റിന് അത്രയും ഇമ്പാക്ട്ഫുൾ ആക്കാൻ കാരണം ഇസ് നോട്ട് ഓൺലി ബിക്കോസ് ഇതൊരു പെൺകുട്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വാവ് എന്നുള്ളൊരു സാധനത്തിനേക്കാളും ഉപരി ആൾക്കാർക്ക് ആ ക്യാരക്ടേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇപ്പൊ ലേയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര ഒരു ഫയർ പോലത്തെ ഒരു പെൺകുട്ടിയാണ്. അവളൊരാളുടെ മേത്ത് എടുത്ത് ചാടി ചാക്കോച്ചന്റെ മുകളിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് മറയൊക്കെ ചെയ്യുമ്പോ ഇറ്റ്സ് വെരി ഇംപ്രസീവ്. പക്ഷെ ഇറ്റ് ഈസ് മോർ ദൻ ജസ്റ്റ് ബിക്കോസ് ഷീസ് എ ഗേൾ. അത് മാത്രമല്ല, അതിൽ ആ ക്യാരക്ടർ അത്ര അങ്ങനെ വർക്ക് ആയതുകൊണ്ടാണത്.
ആയത്. ആൻഡ് ബിക്കോസ് അത്രയും ഫാന്റാസ്റ്റിക് ആക്ടേഴ്സും കൂടെ ആയതുകൊണ്ടാണ്. ലയ ആൻഡ് ഐശ്വര്യ സത്യം പറഞ്ഞ മലയാളം സിനിമയ്ക്ക് ഒരു അസറ്റ്സ് ആണ്. ദേ ആർ ഇൻക്രെഡിബിൾ ആക്ടേഴ്സ് ആൻഡ് അവർക്ക് ഇനി തുരിതരാന്ന് ഓഫേഴ്സ് എന്തായാലും വരും. ഐ ഹോപ്പ് ദേ ഡു ആൻ അമേസിംഗ് യുനോ they have an amazing journey. ഓക്കെ. അപ്പൊ ഇതിനകത്താണെങ്കിൽ ക്രിസ്റ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം കുറച്ച് കഴിയുമ്പം ഒരു സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ബാംഗ്ലൂർക്ക് പോവാം, ലൈക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ ബാംഗ്ലൂർക്ക് പോവാം. അപ്പോ ആ ഒരു ഇതിനകത്ത് നമ്മളാണെങ്കിൽ ആ ഒരു കണ്ണിലൊരു ഭയം കാണുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്രിസ്റ്റി ആണെങ്കിൽ ഒരു ഭയമുള്ള ഒരു വില്ലനാണോ? അതെ, തീർച്ചയായിട്ടും ഭയവും അതുപോലെ തന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ഉള്ളൊരു വില്ലനായിട്ടാണ്. പിന്നെ ഒരു ഫേസ് കഴിയുമ്പോഴാണ് ഇനി വന്ന എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് മാറുന്നത്. ആ സിനിമ ഫുൾ 2 വട്ടം കണ്ടു. വെരി സ്വീറ്റ് ഓഫ് യു, താങ്ക് യു. പക്ഷെ ആ ക്യാരക്ടറിന്റെ ഗ്രാഫ് അതാണ് എക്സാക്ട്ലി ലൈക്ക് യു സെഡ്. ആദ്യം ഭയങ്കര ഒരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള യുനോ ഒരു എവിഡൻസും ഇടാത്ത രീതിയിൽ ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ആണ്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആ ഒരു ഫ്ലിപ്പ്, ഒരു ഭയവും പിന്നെ എസ്പെഷ്യലി ആ ഭയത്തിന് കാരണമായ കാര്യം സംഭവിക്കുന്ന ഒരു ഫ്ലിപ്പും സംഭവിക്കുമ്പോഴാണ് ഇയാൾക്ക് പറയുന്ന ഓൾമോസ്റ്റ് സൈക്കോ ടെറിട്ടറിയിലേക്ക് അയാൾ പോകുന്നത്. ബിക്കോസ് ദെൻ സിനിമയിൽ പറയുന്ന പോലെ ഒന്നും നഷ്ടപ്പെടാനില്ല, വി ഹാവ് നത്തിങ് ടു ലൂസ്. അപ്പോൾ ഇനിയിപ്പോൾ കെയർഫുള്ളായി നിന്നിട്ട് കാര്യമില്ല, എല്ലാത്തിനും നമ്മൾ നശിപ്പിക്കും തട്ടിക്കളയെന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തുന്നതാണ്. അപ്പൊ ആ ഒരു ഗ്രാഫ് ആ ക്യാരക്ടറിനുണ്ടായിരുന്നു, വിച്ച് ഐ തോട്ട് വാസ് വെരി കൂൾ. പിന്നെ ചാക്കോച്ചിന്റെ സൈഡിലാണെങ്കിലും അതെ, സോറി ഹരിശങ്കറിന്റെ സൈഡിലാണെങ്കിലും അതെ, ക്രിസ്റ്റിയുടെ സൈഡിലാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ്. അപ്പൊ അതാണ് പടത്തിന്റെ ഒരു ഐ തിങ്ക് ഒരു മെയിൻ പ്രൊപ്പല്ലിംഗ് ഫോഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇതിനകത്താണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വില്ലന്മാരെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇംഗ്ലീഷ് മൂവീസിലെ വില്ലന്മാര് ആ ഒരു ഡയലോഗ് ഡെലിവറി നമുക്ക് ചില സിനിമയിലൊക്കെ നമ്മളിങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് ആർട്ടിഫിഷ്യൽ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് ഇടാനുള്ള ഒരു ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും കുറെ, എസ്പെഷ്യലി ആ ഒരു ഗ്രേവ് യാർഡിൽ നടക്കുന്ന ആ സീനില്ലേ, അതിൽ ശരിക്കും ഞങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഐ തിങ്ക് ആ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഡയറക്ടറിനും റൈറ്ററിനും പ്രൊഡ്യൂസറിനും ഒക്കെ നമ്മളിൽ ഒരു കോൺഫിഡൻസ് വന്നായിരുന്നു, നോട്ട് ജസ്റ്റ് ഇൻ മീ ബട്ട് ദ ഹോൾ ടീം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും ഇംപ്രവൈസ് ചെയ്യുന്ന സ്പേസ് അവിടെ കിട്ടിയ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ നാച്ചുറലി ഇവർക്ക് ആ ഒരു ലാംഗ്വേജിനോടുള്ള ഒരു എക്സ്പോഷർ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഈ പ്രിറ്റൻഷ്യസ് ആയിട്ട് നിൽക്കാത്തത്. നമ്മൾ ഓവർ ട്രൈ ചെയ്യുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നോട് ആദ്യം ഇപ്പോ സത്യ എന്നുള്ള ക്യാരക്ടർ, വിഷ്ണു ചെയ്യുന്ന ക്യാരക്ടർ മുന്നൊരു തമിഴനാണ് അല്ലെ, ആദ്യം ആ തമിഴൻ എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ക്രിസ്റ്റിക്ക് കൊടുത്താലോ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു ആദ്യം കഥ കേട്ടപ്പോൾ. ഡയറക്ടറിനോട് ഒരു തമിഴൻ ആക്കിയാൽ അടിപൊളിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ലാംഗ്വേജ് ആയിട്ട് അങ്ങനെ അത്രയും കംഫർട്ടബിൾ അല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കൈ നിടാനോ അല്ലെങ്കിൽ എനിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ തന്നെ ഇത്രയും ഒരു കുറച്ച് എക്സെൻട്രിക് ക്യാരക്ടറാണ്, അതിൻ്റെ കൂടെ ഈ തമിഴ് എന്നുള്ള ഒരു ലെയറും കൂടെ വന്നാൽ അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. യുനോ, അപ്പോൾ ഐ തിങ്ക് കോൺഫിഡൻസ് ഉള്ള കാര്യം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നും. ഇപ്പം ലാംഗ്വേജ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ലൈക്ക് കൈ നിടാനുള്ള ഒരു സ്പേസ് കിട്ടിയ, കൈ നിട്ട ഏതെങ്കിലും ഇതുണ്ടോ? അയ്യോ, കുറെ ലാസ്റ്റ് ഒരു ഫൈറ്റില് കൊച്ചിനെ തിരിഞ്ഞ് നോക്കി ചിരിക്കുന്ന ഷോട്ട്, അത് കൈ നിട്ടതാ. പിന്നെ മറ്റേ ഹലോ ഓഫീസർ എന്നുള്ള സാധനം, അത് അപ്പൊ സംഭവിച്ചത്. ബ്ലഡി ഓഫീസർ പിന്നെ തല്ലുമ്പോ മറ്റേ ഈ എന്താ പറയാ ഓഫീസർ അതൊക്കെ അപ്പൊ സംഭവിച്ച കാര്യങ്ങൾ. ഐ തിങ്ക് ദാറ്റ്സ് ദ മാജിക് ഓഫ് സിനിമ. നമ്മൾ എത്ര, ഓഫ് കോഴ്സ് പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്, പക്ഷെ എത്ര പ്രിപ്പയർ ചെയ്താലും ഐ തിങ്ക് ആ ഒരു 10% ഓഫ് ദ വർക്ക് ഇസ് മാജിക്. അത് ആയിരുന്നു, അത് കുറെ ഫാക്ടേഴ്സ് ഒരുമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാജിക് ആണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഈ സിനിമ കണ്ടിറങ്ങിയ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും, കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും, ഇതിനകത്തൊരു ഡിറ്റർമൈനിങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സംവിധായകനാണെന്നുള്ള കാര്യം മിക്കവർക്കും അറിയത്തില്ലായിരിക്കും. എന്ത് അടിപൊളിയായിട്ടാണല്ലോ ആദ്യം നമ്മൾ വിചാരിക്കും പാവം ചിലപ്പോ മോളെ കൊന്നിട്ടുള്ള അതിന്റെ ഇതായിരിക്കും. പിന്നെയാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായത് ഈ മൂപ്പരാണ് ഇതിനുള്ള ഫുൾ കാരണം, ഫുൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് എന്നുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു സാറ് ആയിട്ട് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവില്ല സാറിന്റെ പെർഫോമൻസ് ഒക്കെ? അൺഫോർച്യുനേറ്റ്ലി എനിക്ക് പുള്ളി പെർഫോം ചെയ്യുന്നത് കാണാൻ ആകെ ആ ഒരു സീൻ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ ഫസ്റ്റ് ഓപ്പണിംഗ് സീൻ. അതിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിരുന്നു. കാരണം ഈ ഹാങ് ചെയ്തതിന് ശേഷമുള്ള കാല് പെടയുന്നതും ബോഡി സ്റ്റിഫ് ആവുന്നതും അതൊക്കെ പുള്ളി പക്കയായിട്ട് ആ സാധനം പിടിച്ചായിരുന്നു. പക്ഷെ മോർ ദൻ ജസ്റ്റ് ഈ ഫിലിം പുള്ളി നേരത്തെ ചെയ്ത റോൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, എടുത്ത് നോക്കുകയാണെങ്കിലും അതെ, നായാട്ടിലാണെങ്കിലും അതെ, ബ്രില്യന്റ് ആക്ടറാണ് പുള്ളി, ബ്രില്യന്റ് ആക്ടറാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ആക്ടേഴ്സിനോട് വേണ്ടത് ഏതൊരു മീറ്ററിലാണ് വേണ്ടത് കറക്റ്റ്. അതെ, അപ്പൊ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ദാറ്റ്സ് ദി പാർട്ട് ഓഫ് ഡയറക്ഷൻ ദാറ്റ് ഹി എൻജോയ്സ് ദ മോസ്റ്റ്.
ടെക്നിക്കൽ സൈഡും അതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഡയറക്ടിങ് ആക്ടേഴ്സ് എന്നുള്ള കാര്യമാണ് പുള്ളിയുടെ സ്ട്രോങ് സൂട്ട്. ആൻഡ് പുള്ളി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്താണെങ്കിൽ ഹരിശങ്കറിന്റെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മുടെ ചാക്കോച്ചൻ, നമ്മുടെ സ്വന്തം എവർഗ്രീൻ സ്റ്റാർ ചാക്കോച്ചൻ. അപ്പൊ ചാക്കോച്ചനെ നമ്മളിപ്പോ അനിയത്തിപ്രായം ആയിക്കോട്ടെ, നിറം ആയിക്കോട്ടെ, നമ്മളാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് എന്താ പറയാ കോമഡി ക്യാരക്ടേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ചാക്കോച്ചനെ ഭയങ്കര ഒരു ഷിഫ്റ്റ് ആയിരുന്നു. ഇപ്പം ബൊഗെയിൻവില്ല ആയിക്കോട്ടെ, ഇപ്പോ ഈ ഒരു നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിക്കോട്ടെ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഭയങ്കര ഒരു അഗ്രസീവ്, നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിക്കും, നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആൾക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് ചാക്കോച്ചൻ ഒരുപാട് ഇവോൾവ് ആയ പോലെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഐ തിങ്ക് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ആസ് എൻ ആക്ടർ പുള്ളിക്കാരൻ കൊണ്ടുവന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, പുള്ളി ഐ തിങ്ക് ഐ എം വെരി ഷുവർ പുള്ളി അദ്ദേഹം വളരെ ഒരു എന്താ പറയാ സ്ട്രോങ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഇമേജ് ഓഫ് ദ ചോക്ലേറ്റ് ബോയ് എന്ന് ഇവോൾവ് ആവണം. ബിക്കോസ് യു കാൻ ബി ചോക്ലേറ്റ് ബോയ് for all your life, അല്ലേ? ആൻഡ് ആസ് എൻ ആക്ടർ ഓൾസോ ഐ എം ഷുവർ പുള്ളിക്കും പുഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എവിടെയൊക്കെ ഉണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഹീസ് ഡൂയിങ് ഇറ്റ് സോ വെൽ. ഇപ്പം എന്നാ താൻ കേസോട്, ബോഗിൻവില്ല, നമ്മുടെ ഈ പടം, സോ മെനി പെർഫോമൻസസ് ദാറ്റ് ആർ യുനോ ഓൺ എ ഡിഫറെന്റ് ലെവൽ. അപ്പൊ ആസ് എൻ ആക്ടർ പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീസ് ഡൂയിങ് ഇറ്റ് റിയലി വെൽ. ആൻഡ് അദ്ദേഹത്തിന് അത് ചെയ്യാനത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഒരു ഓക്കെ ഇനി ഞാൻ കുപ്പി പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല എന്ന് പറയാൻ എളുപ്പമാണ്. ബട്ട് കുഞ്ചാക്കോ ബോബൻ ഇസ് എ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന് അങ്ങനെ എന്റെ ഇമേജ് ഞാൻ മാറ്റാൻ പോവുകയാണ്, ഞാൻ കുറച്ചും കൂടെ ആൾക്കാരെ സർപ്രൈസ് ചെയ്യാൻ പോവുക എന്നുള്ള തീരുമാനം എടുക്കാൻ റിക്വയർസ് എ ലോട്ട് ഓഫ് കറേജ് ആൻഡ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ചാക്കോച്ചൻ ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പം ചേട്ടനാണെങ്കിൽ ചാക്കോച്ചന്റെ പെർഫോമൻസ് ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതിനകത്ത് നിങ്ങൾ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ലൈക്ക് ആ ഒരു ഇത് ചേട്ടനാണെങ്കിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ചാക്കോച്ചനെ കൊണ്ട് നമ്മുടെ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സും അങ്ങനത്തെ ക്യാരക്ടറിൽ ഇത്രയും ബോൾഡ് ക്യാരക്ടറും ചേട്ടനെ കൊണ്ട് പറ്റും എന്ന് ചേട്ടന് ലൈക്ക് ലൈവായിട്ട് ലൈവായിട്ട് കാണും മാത്രമല്ല ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. പടത്തിന് ക്ലൈമാക്സിൽ പുള്ളി നമ്മളെ ചോക്ക് ഔട്ട് ചെയ്യുന്ന സാധനമല്ലേ, അപ്പൊ അത് ഭയങ്കര ഇമോഷണലി ഇന്റൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം പുള്ളിയുടെ ഹോൾ ഫാമിലിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കി, ഒരു മോളെ നമ്മൾ ഓൾറെഡി നമ്മൾ തന്നെ മരിച്ചുപോയി. അപ്പൊ അത്രയും എമോഷൻസ് ഹരിശങ്കറിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു മൂമെന്റ് ആണല്ലോ. അപ്പൊ അതെടുത്തോണ്ടിരുന്നപ്പോ ചാക്കോച്ചൻ വെന്റ് ഇൻ ടു ദ ക്യാരക്ടർ സോ ഡീപ്ലി ദാറ്റ് എനിക്ക് പേടിയായി. കാരണം പുള്ളി അത്രയും സ്ട്രെങ്ത്തിലോ എന്താ പറയുക സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ഞാൻ മറ്റേ കാല് തട്ടി ചട്ടം മതി എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അത് രജിസ്റ്റർ പോലും ആവുന്നില്ല. സോ ഹി വാസ് ദാറ്റ് ഇൻ ടു ദ ക്യാരക്ടർ. അപ്പോ ഭയങ്കര സ്റ്റഫുള്ള ഒരു ആക്ടറാണ് കുഞ്ചാക്കോ ബോബൻ. അതുപോലെ തന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു കോമ്പിനേഷൻ സീനുള്ളൂ തോന്നുന്നുണ്ടല്ലേ ആ ഒരു. പക്ഷെ ജഗദീഷ് ചേട്ടനെ പറ്റി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചേട്ടന്റെ വേറൊരു മൂവിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ചേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ക്യാരക്ടർ ആയാലും ഓരോ സീൻസിലായാലും അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് ചേട്ടനാണെങ്കിൽ. അത് പറയും, ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു സീനാണെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആണ് എന്നുള്ള അത് പറയും. അപ്പൊ ചേട്ടനാണെങ്കിൽ എപ്പോഴെങ്കിലും ജഗദീഷ് ചേട്ടന്റെ കയ്യിൽ നിന്ന്, ഇപ്പം ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ ജഗദീഷ് ചേട്ടന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലൈക്ക് ഈ ഒരു ക്വാളിറ്റി എനിക്ക് എന്റെ ലൈഫിൽ എനിക്കത് പ്രൊഫഷണലിസം എന്നുള്ള കാര്യം, അത് ഹീസ് എന്ത് തറോ പ്രൊഫഷണൽ ആണോ. മറ്റേ കൃത്യം ആ സമയത്ത് വന്ന് ഡയറക്ടറിന് എന്ത് ആവശ്യമുണ്ടോ അത് കൊടുത്ത് ഒരു സ്റ്റാറിന്റെ ഒരു എന്താ പറയാ എയർസും ഇല്ലാത്ത ഒരു ആക്ടറാണ് പുള്ളി. ഐ തിങ്ക് ഈസ് എൻ ആക്ടർ ഫസ്റ്റ് എന്നുള്ള ആ ഒരു സാധനം ഇപ്പോഴും പുള്ളിക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആ സീനില് പുള്ളിക്ക് ഞാൻ കുത്തുമ്പോൾ ആ ഒരു ഫോഴ്സിൽ അറിയാണ്ട് എൻ്റെ കൈ പോയി കയ്യിലൊരു ഫോട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ സീനിൽ. മറ്റേ ജഗദീഷിന്റെ ക്യാരക്ടർ ഫോട്ടോ പൊട്ടുകയും ഇവിടെ ഒരു മുറിവ് ഉണ്ടാവുകയും ഒക്കെ സംഭവിച്ചു. പക്ഷെ എന്നാലും ഹി വാസ് സ്റ്റിൽ ഇൻ ക്യാരക്ടർ. പുള്ളി അവിടെ കട്ട് വിളിച്ചു, അയ്യോ സോറി എനിക്ക് പോയി റെസ്റ്റ് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ കാരണം പുള്ളിയുടെ മനസ്സിലിപ്പോൾ എന്തൊക്കെയാണ് ഓടുന്നത്, ഈ ഇത്രയും ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, ലൈറ്റ് പോകുന്നുണ്ട്, KSRTC സ്റ്റാൻഡേർഡ് ആണ്, പെർമിഷൻ ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും, സോ ഐ വിൽ ഫിനിഷ് ഇറ്റ് എന്നുള്ള ഒരു മൂഡിലാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. ആൻഡ് നമ്മൾ ഈ പഴയ പടങ്ങളിലൊക്കെ പുള്ളി ഭയങ്കര ഒരു എന്താ പറയുക ഒരു കമീഡിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിലാണ് ഭയങ്കര സ്വിച്ചിങ് ആയിരുന്നു പെട്ടെന്ന്. ലൈഫ് ഓൾസോ ഭയങ്കര വെൽ സ്പോക്കൺ ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആണ് അദ്ദേഹം. കുറെ പഠിക്കാനുണ്ട് ജഗദീഷ് ചേട്ടൻ ശരിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പം റീസെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2 ദിവസം മുന്നേ നടന്നിട്ടുള്ള ഒരു സംഭവം, ഒരു പയ്യനാണെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ തലക്കടിച്ചു കൊന്നു. അത് ലൈക്ക് ഡ്രഗ് യൂസ് കാരണമാണ് ഒരുപാട് പേര് പറയുന്നു. അപ്പോ അത് ലൈക്ക് ഇപ്പൊ സമൂഹത്തിൽ എത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മൂവി ഇങ്ങനെ റിലീസ് ആകുമ്പോൾ അത് ലൈക്ക് അത് ഒരു ഇതാവോന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓക്കെ, ഡ്രഗ് യൂസ് ആണെന്ന് പറഞ്ഞ് അതിനെ എഴുതി തള്ളുമ്പോൾ അതൊരു ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, അത് മാത്രമല്ല ആ പയ്യനെ ആ എഡ്ജിലേക്ക് എത്തിക്കാൻ ഉണ്ടായ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ദാറ്റ് മൈറ്റ് ഗോ ബാക്ക് മേ ബി 10, 15, 20 years. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൊസൈറ്റൽ കൾച്ചറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്
മെയിനായിട്ട് ഇതിനൊരു എന്താ പറയുക ഒരു ഇനിഷ്യൽ സ്പാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പിള്ളേർ ദേ ടേൺ ടു സബ്സ്റ്റൻസസ് ആൻഡ് അതൊരു അബ്യൂസായി പോകുമ്പോൾ അതൊരു ഔട്ട്ലെറ്റ് ആവുന്നു. അപ്പോൾ അവരുടെ ഇമോഷൻസ് അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സോഷ്യോപാത്തിക് ടെൻഡൻസീസും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതിൽ സോഷ്യൽ മീഡിയയും ഒരു ഫാക്ടറാണ്. യുനോ നമ്മൾ ഭയങ്കര ഡീസെൻസിറ്റൈസ്ഡ് ആണ് സോഷ്യൽ മീഡിയയിൽ. അതും ഇതൊക്കെ കണ്ട് എംപത്തി എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ജനറൽ സൊസൈറ്റിയിൽ ഇപ്പോൾ കുറച്ച് കുറവാണ് സത്യം പറഞ്ഞാൽ. സോ ടു ജസ്റ്റ് സേ ദാറ്റ് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഷോർട്ട് കട്ട്. അതല്ല. ഇപ്പോൾ ഫൊർഗെറ്റ് ഡ്രഗ്സ്, ആ ഒരു സിറ്റുവേഷൻ തന്നെ എടുത്ത് കളഞ്ഞോളൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇത്രയും അധികം വയലന്റ് ആയിട്ടുള്ള സെക്ഷുവൽ ക്രൈംസ് നടക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ? Is that only because of drugs? No. Most of them are on alcohol. So then can you blame only alcohol? No. ഇപ്പോൾ ഇവിടെ സിഗരറ്റും ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ ബാൻ ചെയ്താലും ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ക്ലീൻ കൺട്രി. Are you saying ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകുന്നതാണോ പറയുന്നത്? ഇല്ല. ഇപ്പോൾ where does it start? It starts from education. It starts from നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഒരു സൊസൈറ്റി എങ്ങനെ ഒരു യങ് മാൻ ഓ വുമൻ്റെ അടുത്ത് അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ ഒപ്പീനിയൻസിനെയും അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഇന്നേറ്റ് ടാലൻസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ. ഇപ്പോൾ നോട്ട് ജസ്റ്റ് ബീങ് എൻ എഞ്ചിനീയർ ഓരോ ഡോക്ടർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇപ്പോൾ ഇഫ് യു ആർ റിയലി ഗുഡ്, മേയർ പോലത്തെ ഒരു ആങ്കർ ആവണമെന്ന്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ, അല്ലെങ്കിൽ ഒരു ആക്ടർ, അല്ലെങ്കിൽ ഒരു മോഡൽ ആവണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും ദ റിസൾട്ട് ഓഫ് ഇപ്പം കിട്ടിയൊരു പ്രതികരണം ഒരിക്കലും പോസിറ്റീവ് അല്ലല്ലോ. ദാറ്റ്സ് വെരി ഭയങ്കര ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ ഇപ്പോൾ അവിടെ. അപ്പോൾ ഈ പറഞ്ഞ സൊസൈറ്റൽ കോൺസ്ട്രക്ട്സിൽ ജീവിക്കുമ്പോൾ ആ പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഈ സബ്സ്റ്റൻസിലേക്ക് തിരിയുമ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ് അവർക്ക് ഒരു ഭയങ്കര റിബല്യസ് സ്പിരിറ്റ് വന്നിട്ടാണ് ഇങ്ങനത്തെ സഹികെട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നോട്ട് ജസ്റ്റിഫൈങ് ഈ പറഞ്ഞ മേർഡേഴ്സ് ഓർ റേപ്സ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ അതിനുള്ള കാരണം നമ്മൾ ജസ്റ്റ് സർഫസ് ലെവൽ ആയിട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. മച്ച് ഡീപ്പർ, മച്ച് ഡീപ്പർ. ഓക്കെ, നമ്മള് വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ എവിടേക്കോ എത്തി സംസാരിച്ച്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഗീത എന്നുള്ള ക്യാരക്ടർ അവതരിപ്പിച്ചേക്കുന്നത് നമ്മുടെ പ്രിയ മാം ആണ്. പ്രിയ മാം ആണെങ്കിൽ ഒരുപാട് ലോങ് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ മലയാളത്തിൽ കാണുന്നത്. ഇപ്പൊ നമ്മൾ D4 ഡാൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും കുറെ നാൾക്ക് ശേഷമാണ് മാം ആണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് മാം ആണെങ്കിൽ ഒരുപാട് സെലക്റ്റീവ് ആണ്. ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം മാം ഈ ഒരു മൂവി ചൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു കാരണം ഉണ്ടാവും, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. നമുക്ക് ഇതിന്റെ പ്രിയ മാം പിന്നെ ബാക്കി ടെക്നിക്കൽ ക്രൂ എല്ലാവരും പേരുകൾ നമുക്ക് കാണപ്പെടും. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ആ പടത്തിൽ അത്രയും സ്റ്റഫ് ഉള്ളതുകൊണ്ടാണല്ലോ ഇവര് സെലക്ട് ചെയ്തെന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഇപ്പൊ പ്രിയ മാം ആണെങ്കിലും പ്രിയ മാമിന്റെ അടുത്തൊരു കുറച്ചൊരു എന്താ കുത്തുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അപ്പം കുറച്ച് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറേണ്ട ചേട്ടൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, അയ്യോ ഞാൻ എങ്ങനെയാണ്? കാരണം ഇപ്പൊ എന്താ പറയാ, നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് പ്രശ്നമായിരുന്നു. ബട്ട് ദെൻ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് അവർ തന്നെ പറഞ്ഞു, എടാ എന്നെ ശരിക്കും പിടിച്ചോ, ശരിക്കും ഉന്തിക്കോ, അല്ലാണ്ട് ആ സീൻ ശരിയാവൂല. അത് കേട്ടപ്പോ ഓക്കെ പറഞ്ഞു, പിന്നെ ഈസി ആയിരുന്നു. ഓക്കെ, അപ്പം അതില് നമ്മൾക്ക് നമ്മുടെ റംസാൻ ആണെങ്കിൽ ഇപ്പം D4 ഡാൻസ് ഇപ്പൊ ഒരുപാട് നല്ല നല്ല ഷോസ് ചെയ്യുന്നു. റൈഫിൾ ക്ലബിൽ നല്ല ക്യാരക്ടർ. ഇപ്പൊ ഇതിനകത്താണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നയിക്കുന്നത് സ്റ്റാർട്ടിങ് തൊട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടും നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു മുമ്പുള്ള പ്രൊമോഷൻസിലൊക്കെ നിങ്ങൾ ഒരുമിച്ചാണ് പോയിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രദർഹുഡ്. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് റംസാനായിട്ട് സീൻസ് വളരെ കുറവായിരുന്നു. സീനുള്ളൂ, മാത്രമേ ഉള്ളൂ. പക്ഷെ ആഫ്റ്റർ റിലീസ് അവൻ മോറ്റോക്കാരൻ കേട്ടോ, ബൈ ദ വേ. അപ്പൊ അങ്ങനെ ആ ഒരു ഫാക്ടർ ഭയങ്കരമായിട്ട് നമ്മളെ ക്ലിക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് ഡ്യൂറിങ് പ്രൊമോഷൻസ് നമ്മൾ കുറെ സംസാരിച്ചൊക്കെയാണ് എനിക്ക് റംസാനെ കുറച്ചും കൂടെ അറിയാൻ പറ്റിയത്. ഭയങ്കര രസമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇപ്പൊ ജിത്തു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ജിത്തു സാറാണെങ്കിൽ ഭയങ്കര ഹമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം സാർ എങ്ങനെ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവില്ലേ? ഈ ഹ്യൂമിലിറ്റി എന്ന് വേറെ പറയുന്ന കാര്യം ഭയങ്കര സൈലന്റ് ആണ്, അല്ലെങ്കിൽ അധികം വാക്കുകൾ പറയില്ല, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് മനുഷ്യനാണ്. അത് ഇന്റർവ്യൂസില് ഈസ് ഓൺ സെറ്റ്, ഈസ് ദ ഡയറക്ടർ. അപ്പൊ അവിടെ ഒച്ച വെക്കേണ്ട സമയത്ത് ഒച്ച വെച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചീത്ത പറയുന്ന സമയത്ത് ചീത്ത പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ അടുത്തും ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു. സെറ്റിൽ ഇങ്ങനത്തെ ഒരു പാവം മനുഷ്യനായിരുന്നില്ല. ഇല്ല, പുള്ളി ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഭീകരനായിരുന്നു. സ്വീറ്റ് ആർട്ട്. കാരണം നമുക്കും അങ്ങോട്ട് സജഷൻസ് പറയാനും നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് നോട്ട് എവറി ഡയറക്ടർ ഡസ്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ളപ്പോഴാണ് പെർഫോം ചെയ്യാൻ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോ ആ ഒരു കംഫർട്ട് തന്നതിന് എന്റെ കടപ്പാട് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഓഫീസ്
പ്രൊഡ്യൂസറും ഡ്യൂട്ടി ഇരുകൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? താങ്ക് യു 100,000 താങ്ക് യു. സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഓവർവെൽമിങ് സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു റെസ്പോൺസ്. ആൻഡ് പ്ലീസ് ഇനിയും പടത്തിനെ സപ്പോർട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് പോയി കാണുക. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇപ്പൊ മേര് പറയും അല്ലേ മേര്, ഇറ്റ്സ് വർത്ത് യുവർ മണി. വർത്ത് വാച്ച്. അപ്പം ചേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു മേര്.